ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന് ശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി വൻ നേട്ടം കൊയ്യുമെന്ന അഭിപ്രായ വോട്ടെടുപ്പ്. നവോത്ഥാനത്തോടെ വോട്ട് മാറിമറിയുമെന്ന് ഏറെ കൊട്ടിഘോഷിച്ച LDF 8 നിലയിൽ പൊട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ഭക്തർക്ക് അനുകൂലമായ നിലപാടെടുത്ത UDF-ന് നേട്ടം കൊയ്യാനാകുമെന്നാണ് കണക്കാക്കുന്നത്. കേന്ദ്രത്തിലാകട്ടെ ബി.ജെ.പിക്ക് നഷ്ടക്കണക്കുമാണ് സർവേ ഫലം പറയുന്നത്. ഇന്ത്യ TV CNX അഭിപ്രായ സർവേ ഫലത്തിലാണ് ഇത് വെളിവാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൾ. ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ ആവില്ലെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, തെലങ്കാന തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു CNS-ന്റെ സർവേ. ബി.ജെ.പിയുടെ 223 സീറ്റുകളടക്കം NDA-ക്ക് 257 സീറ്റുകളെ നേടാൻ കഴിയൂ. കോൺഗ്രസ് 85 സീറ്റുകൾ അടക്കം 146 സീറ്റിൽ UPA സഖ്യം ഒതുങ്ങും. പ്രാദേശിക പാർട്ടികളുടെ കൂട്ടുമായായിരിക്കും മന്ത്രിസഭ ഉണ്ടാക്കുക. കേരളത്തിൽ ബി.ജെ.പി ഒരു സീറ്റ് നേടുമെന്നും അഭിപ്രായ ഫലത്തിൽ വ്യക്തമാകുന്നു. കേരളത്തിൽ കോൺഗ്രസിന് 8ഉം ഇടതുപക്ഷത്തിന് 5ഉം മുസ്ലിം ലീഗിന് 2ഉം ബി.ജെ.പി, കേരള കോൺഗ്രസ് M, RSP പാർട്ടികൾക്ക് 1 വീതവും സ്വതന്ത്രർക്ക് 2 സീറ്റും ലഭിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ ലോക്സഭയിലേക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ ബി.ജെ.പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല. ആവശ്യം വേണ്ട 272-ൽ 15 സീറ്റുകളുടെ കുറവായിരിക്കും NDA-ക്ക് ഉണ്ടാവുക. 54,300 പേരെ ഉൾപ്പെടുത്തിയായിരുന്നു സർവേ. 543 ലോക്സഭാ മണ്ഡലങ്ങളും 1086 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്ത് സർവേ നടത്തി. ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശരാശരി 100 പേർ വീതം സർവേയിൽ പങ്കെടുത്തെന്ന് CNS വ്യക്തമാക്കുന്നു. ചോദ്യാവലി പൂരിപ്പിച്ചവരിൽ 27,832 പേർ പുരുഷന്മാരും 26,408 പേർ വനിതകളുമാണ്. 18-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് പങ്കെടുത്തത്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ടവരിൽ നിന്നുള്ള അഭിപ്രായം സ്വരുക്കൂട്ടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും CNS പറയുന്നു. ആകെയുള്ള 543 മണ്ഡലങ്ങളിലും നടത്തിയ സർവേ പ്രകാരം NDA-ക്ക് 257 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. SPA-യും BSP-യും കൂടാതെയുള്ള UPA സഖ്യത്തിന് 146 സീറ്റ് ലഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയോ കോൺഗ്രസോ അല്ലാതെ മറ്റൊരു പാർട്ടിയായിരിക്കും കേന്ദ്രത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് നിർണായക പങ്കുവഹിക്കുകയെന്നും സർവേ പറയുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നവംബറിൽ നടന്ന സർവേയിൽ ഇന്ത്യ TV CNS LDA-ക്ക് 281 സീറ്റുകളും UP-ക്ക് 124 സീറ്റുകളുമായിരുന്നു പ്രവചിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് 138-ഉം. തിരഞ്ഞെടുപ്പിന് ശേഷം NDA-ക്ക് സർവേയിൽ 24 സീറ്റ് കുറഞ്ഞു. UPA-ക്ക് 22 എണ്ണം കൂടി. പുതിയ സർവേ പ്രകാരം NDA-ക്ക് 37.15% വോട്ടുകൾ ലഭിക്കും. UPA-ക്ക് 29.92%, മറ്റുള്ളവർക്ക് 32.93%. LDA-യിൽ ബി.ജെ.പിക്ക് 223 സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പറയുന്നു. ശിവസേനയ്ക്ക് 8, JDU 11, അകാലിദൾ 5, LJP 3, PMK, NDPP, AINRC, NPP, ACF, അപ്നാദൾ, MNF പാർട്ടികൾക്ക് 1 വീതവും സീറ്റുകൾ ലഭിക്കും. DMK-ക്ക് 21, RJD-ക്ക് 10, LCP 9, JMM 4, JDS 4, RLD 2, RLSP 1, RSP 1, മുസ്ലിം ലീഗ് 2, TDP 4, നാഷണൽ കോൺഫറൻസ് 2, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയായിരിക്കും സീറ്റ് നില. തൃണമൂൽ കോൺഗ്രസിന് 26, ASPക്ക് 20, BSPക്ക് 15, YSR കോൺഗ്രസിന് 19, TRS-ന് 16, BJD-ക്ക് 13, AIADMK-ക്ക് 10, AMMK-ക്ക് 4, ഇടതുപക്ഷത്തിന് 8, ആം ആദ്മിക്കും IIUDF-നും 2 വീതം, PDP, JVM, AIMK എന്നിവർക്ക് 1 വീതവും സീറ്റാണ് സർവേയിൽ പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.